ഹേ ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വെയിറ്റ് ലോസിനെല്ലാം പറ്റിയിട്ടില്ല നല്ല അടിപൊളി ഓട്സ് റാഗി ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറോ ആയിട്ടുള്ള നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ. ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏത് ഓട്സ് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് റോൾഡ് ഓട്സ് ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3/4 കപ്പ് റാഗി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റാഗി പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് നേരിട്ടിട്ടുള്ള റാഗിയും അതുപോലെ തന്നെ ഓട്സും ആദ്യം പൊടിച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ഉപ്പെല്ലാം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ആദ്യം ഓട്സ് വേണമെങ്കിലും പൊടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനെല്ലാം കൂടി ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ആദ്യം ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ലൂസാക്കി എടുക്കാം കേട്ടോ. നമ്മളെ ബാറ്റർ നമ്മളെ നോർമൽ നമ്മളെ സാധാ ഗോതമ്പ് ദോശേൻ്റെയും ആ ഒരു ടെക്സ്ചർ തന്നെ കേട്ടോ മാവിന് വേണ്ടത്. അപ്പോൾ വെള്ളം ഏകദേശം ഒരു കപ്പ് തന്നെ വേണ്ടി വന്നിട്ടുണ്ടായിട്ട് ആദ്യം ഞാൻ ഏകദേശം ഒരു 3/4 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മിക്സിൻ്റെ ജാറിൽ ഒരു 1/4 കപ്പും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ചിട്ട് നമ്മൾ ബാറ്ററിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എനിക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടി വന്നത്. കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് ഞാൻ ഏകദേശം 1 കപ്പ് തന്നെയാണ് ചേർത്തിട്ടില്ല. എന്നാലും നിങ്ങളെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടുന്നത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൊണ്ടാണ് കറക്റ്റ് അളവ് ഞാൻ പറയാത്തത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ബാറ്ററി ഇത്രയേ ഉള്ളൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ അരിദോശ അതുപോലെ തന്നെ ഉഴുന്ന് ദോശ അങ്ങനത്തെ എല്ലാം ദോശയല്ലേ പൊതുവേ കഴിക്കല്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ, പക്ഷെ നല്ല ഹെൽത്തിയാണ്. നമ്മൾ വെയിറ്റ് ലോസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ എന്തായാലും എല്ലാ ദിവസവും സെയിം ആകുമ്പോൾ നമുക്ക് വേഗം മടുപ്പ് വരുമല്ലോ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ഓരോ ദിവസം ഓരോരോ ടൈപ്പ് ദോശാസും അതുപോലെ തന്നെ വേറെ ഐറ്റംസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ദോശക്കല്ലെല്ലാം ചൂടായിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ചുറ്റിച്ചെടുത്തതിന് ശേഷം പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അപ്പോൾ ചുടുന്ന ടൈം ലോ ഫ്ലെയിമിൽ വെക്കുക, എന്നാലേ നമുക്ക് ദോശ നല്ലോണം ചുറ്റിച്ചെടുക്കാൻ കിട്ടുക. നല്ല നൈസായിട്ട് തന്നെ ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മൾ ദോശ ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് മാത്രം ഓയിൽ ബ്രഷ് ചെയ്യുന്നില്ല കേട്ടോ. ഓവർ ഓയിലൊന്നും തേച്ച് കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നല്ലോണം ഗീയോ അങ്ങനത്തെ എന്തെങ്കിലും ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ ഇതിനെക്കാട്ടി നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല സ്മെല്ലും ആയിരിക്കും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മാവ് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ചൂട് കൂടിയാലന്ന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പെറ്റുന്ന പോലെ ആവല് കേട്ടോ. നമ്മൾ ചുറ്റിക്കുന്ന ടൈം മാവ് നമ്മളെ കയ്യിലോടൊപ്പം തന്നെ വരത്ത്. അപ്പോൾ നമുക്ക് എല്ലാ ദോശയും ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം കേട്ടോ. നോർമലി നമ്മൾ മുത്താരി ദോശ മാത്രം ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മുത്താരിയും ഓട്സും എല്ലാം കൂട്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ വെറും മുത്താരി ദോശയാകുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടം കുറവാണ്. എന്നാലും ഞാൻ കഴിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഓട്സോ അങ്ങനെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ദോശയെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൈസ് ദോശ ഉണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റുമാണ്, ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ചെറുപയർ കറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുപയർ കറീൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി തേങ്ങാപ്പാൽ ഒഴിച്ച ചെറുപയർ കറിയും അതുപോലെ തന്നെ റാഗി ഓട്സ് ദോശയും അത് നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഞാനിത് മോർണിംഗ് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഓക്കെ, ബൈ.